അടുത്തത് നമ്മൾ റൊട്ടേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ റൊട്ടേഷൻസ് നോക്കുന്നതിന് ഇപ്പം ഞാനൊരു ഫസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. അപ്പോൾ ആ ഫസ്റ്റ് എക്സാമ്പിളിനകത്ത് ഫസ്റ്റ് എനിക്കൊരു റൂട്ട് നോഡുണ്ട് ആൻഡ് ഇറ്റ്സ് 20 ആൻഡ് ഇതിനൊരു ലെഫ്റ്റ് സബ് ട്രീ ഉണ്ട് ആൻഡ് ഇറ്റ്സ് 10. ഓക്കെ, ഇനി ഇതിൻ്റെ ബാലൻസ് നോക്കി. ഇതിപ്പോൾ ഈ നോഡിൻ്റെ ബാലൻസിങ് ഫാക്ടർ നോക്കിയാൽ ഇറ്റ്സ് 0 ആൻഡ് ഇതിൻ്റെ ബാലൻസിങ് ഫാക്ടർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ 1 ആണുള്ളത് ആൻഡ് 1 മൈനസ് റൈറ്റ് സൈഡിലൊന്നുമില്ല, 0 ഈക്വൽ ടു 1. ഇറ്റ്സ് എ ബാലൻസ്ഡ് AVL ട്രീ ഓർ ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ. ഇനി ഇതിലേക്ക് ഞാനൊരു എക്സ്ട്രാ ഒരു നോഡിനെ ആഡ് ചെയ്യാൻ പോവാണ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 5. 5 എവിടെയായിരിക്കും വരിക? അപ്പോൾ ഓക്കെ, 5 എന്ന് പറയുന്നത് 10നേക്കാൾ ലെഫ്റ്റിലാണ്, ലെസ്സർ വാല്യൂ ആണ്. സോ 10ൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും 5 വരിക. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വീണ്ടും നമുക്ക് റീചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബാലൻസ് ഒന്ന് നോക്കിയേ. ഇത് 0 ആകും ആൻഡ് ബാലൻസിങ് ഫാക്ടർ ഇതിന് 0 ആകും ആൻഡ് 1 മൈനസ് 0 ഈക്വൽ ടു 1 ആകും ആൻഡ് ഇതിൻ്റെത് 2 മൈനസ് 0 ഈക്വൽ ടു 2 ആകും. അപ്പോൾ ബാലൻസിങ് ഫാക്ടേഴ്സ് നമുക്ക് ഏതൊക്കെ വരണം? 0 വരാം, 1 വരാം, -1 വരാം, പക്ഷേ 2 വരാൻ പാടില്ല. സോ ഇതെന്താണ്? ഇത് ഒരു അൺബാലൻസ്ഡ് ട്രീ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ്ഡ് ആക്കണം. അങ്ങനെ ബാലൻസ്ഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 ഓപ്പറേഷൻസിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പെർഫോം ചെയ്യണം. ഒന്നുകിൽ LL അല്ലെങ്കിൽ LR, RL, RR. ഇനി ഇത് എങ്ങനെയാണ്, LL ആണോ LR ആണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണോ നോക്കിയേ. നമ്മളിവിടെ ഇൻസേർഷൻ സംഭവിച്ചിരിക്കുന്നത് എവിടെയാണ്? അതായത് ലെഫ്റ്റ് സബ് ട്രീയുടെ ലെഫ്റ്റ് ബ്രാഞ്ചിലേക്ക്, അതായത് ലെഫ്റ്റ് സബ് ട്രീയുടെ ലെഫ്റ്റ് ബ്രാഞ്ചിലേക്ക് ഒരു ഇൻസേർഷൻ നടന്നിരിക്കുകയാണ്, LL ഇൻസേർഷൻ. ഓക്കെ, അവിടെ ഒരു ഇംബാലൻസ് വന്നു. എന്ത് ഇംബാലൻസ് ആണത്? LL ഇംബാലൻസ് വന്നു, LL ഇംബാലൻസ്. ഓക്കെ, ഇനി ഈ LL ഇംബാലൻസ് വന്നതുകൊണ്ട് നമ്മളിവിടെ എന്ത് പെർഫോം ചെയ്യണം? LL റൊട്ടേഷൻ പെർഫോം ചെയ്യണം. ക്ലിയർ അല്ലേ? നമ്മളൊരു ഇൻസേർഷൻ നടത്തി. ഓൾറെഡി നമ്മുടെ ട്രീ ബാലൻസ്ഡ് ആയിരുന്നു, അതിലേക്ക് ഞാനൊരു ഇൻസേർഷൻ നടത്തി. ഇൻസേർഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സബ് ട്രീയുടെ ലെഫ്റ്റ് ബ്രാഞ്ചിലേക്കാണ് ഇൻസേർട്ട് ചെയ്തത്. ആ സമയത്ത് അവിടെ ഒരു LL ഇംബാലൻസ് വന്നു. ആ LL ഇംബാലൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി LL റൊട്ടേഷൻ പെർഫോം ചെയ്യണം. ഇനി എങ്ങനെയാണ് LL റൊട്ടേഷൻ പെർഫോം ചെയ്യുന്നത്? നിങ്ങളുടെ ട്രീ എടുത്ത് നോക്കി. നിങ്ങളുടെ ട്രീയുടെ എവിടെയാണ് ഇംബാലൻസ് വന്നിരിക്കുന്നത്? ഈ നോഡിലാണ് ഇംബാലൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ LL റൊട്ടേഷനാണ് നടക്കുന്നതെങ്കിൽ അത് റൈറ്റ് സൈഡിലേക്ക് വേണം റൊട്ടേഷൻ നടത്താൻ. ആരെയാണ് റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് എവിടെയാണോ, ഏത് നോഡിലാണോ ഇംബാലൻസ് വന്നിരിക്കുന്നത് അതിനെ വേണം റൊട്ടേഷൻ നടത്താൻ. ഇപ്പോൾ നോക്കി, ഓൾറെഡി നിങ്ങളുടെ 10, 5 രണ്ടുപേരും ബാലൻസ്ഡ് ആണ്. ഇംബാലൻസായിട്ട് നിന്ന ആൾ ഇവിടെ ഉണ്ടായിരുന്നു. അയാളുടെ വാല്യൂ 20 ആയിരുന്നു. അയാളെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ അയാൾ എവിടേക്ക് വരും? ഈ റൈറ്റ് സൈഡിലേക്ക് വരും, 20. ഇനി ഇതിൻ്റെ ബാലൻസിങ് ഫാക്ടേഴ്സ് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ. ഇത് 0 ആയിരിക്കും, ഇത് 0 ആയിരിക്കും അല്ലേ? ആൻഡ് ഇത് എത്രയായിരിക്കും? 1 മൈനസ് 1 ഈസ് ഓൾസോ എ 0. ഓക്കെ, ഇതാണ് LL റൊട്ടേഷൻ. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. അതായത് RR റൊട്ടേഷൻ എടുക്കാം.
ഓക്കെ, RR റൊട്ടേഷൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു ട്രീ ഉണ്ട്. ആ ട്രീയുടെ വാല്യൂ 5 ആണ്. ആൻഡ് റൈറ്റ് സൈഡിൽ ഒരു ട്രീ ഉണ്ട് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 10. ഇനി നിങ്ങൾക്കൊരു ഒരു എക്സ്ട്രാ ഞാനൊരു ഒരു നോഡ് ആഡ് ചെയ്യുവാണ്. അത് 20 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 10നേക്കാൾ വലുതായതുകൊണ്ട് 20യെ ഞാനിവിടെ ആഡ് ആക്കി. അല്ല, 10നേക്കാൾ വലുതാണ്. സോ 20. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ബാലൻസ് ഫാക്ടർ, ആദ്യത്തെ ട്രീയുടെ നമ്മുടെ ബാലൻസ് ഫാക്ടർ ഇത് 0 ആയിരുന്നു ആൻഡ് ഇത് -1 ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോഴാണ് ഞാനിവിടെ ഒരു 20 ആഡ് ആക്കിയത്. അങ്ങനെ 20 ആഡ് ആക്കിയപ്പോൾ ഇത് 0 ആയി ആൻഡ് ഇത് -1 ആയി ആൻഡ് ഇതിൻ്റെ ബാലൻസിങ് ഫാക്ടർ -2 ആയി. നോ, ഇതൊരു AVL ട്രീ അല്ല. അപ്പോൾ ഇതിനെ നമ്മൾ AVL ട്രീ ആക്കണം. എങ്ങനെ ആക്കണം? റൊട്ടേഷൻ നടത്തണം. എന്ത് റൊട്ടേഷൻ നടത്തണം? ശ്രദ്ധിച്ചേ, ഇവിടെ ഉണ്ടായിരുന്നത് റൈറ്റ് സബ് ട്രീ ആണ് അല്ലേ? നിങ്ങളുടെ ഇൻസേർഷൻ നടന്നത് എവിടേക്കാണ്? റൈറ്റ് സബ് ട്രീയിലേക്കാണ്. ആ റൈറ്റ് സബ് ട്രീയുടെ റൈറ്റ് ബ്രാഞ്ചിലേക്കാണ് നിങ്ങളുടെ റൊട്ടേഷൻ നടന്നിരിക്കുന്നത്. റൈറ്റ് സബ് ട്രീയുടെ റൈറ്റ് ബ്രാഞ്ചിലേക്ക്. സോ അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഇംബാലൻസിങ് നടന്നിരിക്കുന്നു. RR ഇംബാലൻസ് ആണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ പെർഫോം ചെയ്യേണ്ടത് എന്താണ്? RR റൊട്ടേഷൻ ആണ്. RR റൊട്ടേഷൻ. ഇനി എങ്ങനെയാണ് RR റൊട്ടേഷൻ നടക്കേണ്ടത്? നിങ്ങളുടെ ഏതാണോ അൺബാലൻസ്ഡ് ആയിട്ടുള്ള നോഡ്, ആ നോഡിനെ ഇങ്ങോട്ട് പുൾ ചെയ്യണം. എവിടേക്ക് പുൾ ചെയ്യണം? ഇത് RR റൈറ്റ് ടു റൈറ്റ് ആണ്. റൈറ്റ് റൊട്ടേഷനാണ്. സോ എവിടേക്ക് പുൾ ചെയ്യണം? ലെഫ്റ്റിലേക്ക് പുൾ ചെയ്യണം. ലെഫ്റ്റ് സൈഡിലേക്ക് പുൾ ചെയ്യണം. അങ്ങനെ പുൾ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓക്കെ, ഓൾറെഡി നിങ്ങളുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള നോഡുകൾ 10ഉം 20യും അവിടെ അങ്ങനെ തന്നെ നിൽക്കും. നിങ്ങളുടെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള നോഡ്, അതിനെ നിങ്ങൾ ലെഫ്റ്റിലേക്ക് പുൾ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. ഇപ്പോൾ ഇതൊരു ബാലൻസ്ഡ് ട്രീ ആയി.